നമസ്കാരം. റാഫ് ടോക്ക് മലയാളത്തിലേക്ക് അവർക്കും സ്വാഗതം. കേരള ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ട് ഫേക്ക് ന്യൂസുകൾ പ്രചരിപ്പിക്കുക എന്നുള്ളത് ചിലർ മനഃപൂർവ്വം ചെയ്യുന്നതാണെന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അത് എക്സ് അക്കൗണ്ടുകളിൽ നമുക്കറിയാമല്ലോ, ഓരോ ട്രാൻസ്ഫർ ജാലകം വരുമ്പോഴും പുതിയ പുതിയ എക്സ് അക്കൗണ്ടുകൾ വരും. മാക്സിമം, മിനിമം എങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഏജൻറ്റുമാരെ നിങ്ങൾക്ക് ഓർമ്മയില്ലേ? അതുപോലെ ഇപ്പോൾ ഒരു അക്കൗണ്ടിൽ നിന്ന് കഴിഞ്ഞ ദിവസം പെപ്ര ഇതാ പോകുന്നു, ടി.ജി. പുരുഷോത്തമൻ ഇതാ ലോങ് കോൺട്രാക്റ്റ് കൊടുക്കാൻ പോകുന്നു, ഇങ്ങനെയൊക്കെ വാർത്ത വന്നിരുന്നല്ലോ. നമുക്ക് ആ സോഴ്സ് അത്ര വിശ്വാസയോഗ്യമല്ലാത്തത് കൊണ്ട് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ പലരും അതെടുത്ത് പ്രചരിപ്പിക്കുന്നത് നമ്മൾ കണ്ടിട്ടുമുണ്ട്, വ്യാപകമായിട്ട് പ്രചരിക്കുന്നത്. അതാണ് നമ്മുടെ കമൻറ്റ് ബോക്സിലൊക്കെ കാണാം, പെപ്ര പോകുന്നുണ്ടല്ലോ, ന്യൂസ് എന്താണ്, അതിനെക്കുറിച്ചൊന്ന് പറയാമോ എന്നൊക്കെ ചോദിച്ചിട്ട്. നമുക്കത് അത്ര വിശ്വാസയോഗ്യമായി തോന്നാത്തതുകൊണ്ട്, ആ സോഴ്സിന് അത്ര വിശ്വാസയോഗ്യമായി തോന്നാത്തതുകൊണ്ട് നമ്മൾ അതിലേക്ക് പോയില്ല. ഇപ്പോൾ ആ സോഴ്സ്, ഈ പെപ്ര പോകുന്നു എന്ന് പറഞ്ഞ സോഴ്സ് ഫുട്ബോൾ എക്സ്ക്ലൂസീവ് എന്ന് പറയുന്ന ഒരു എക്സ് അക്കൗണ്ടായിരുന്നു. ഒരു 1000-ഓളം ഫോളോവേഴ്സൊക്കെയുള്ള ഒരു പേജ്. അതിൻ്റെ ക്രെഡിബിലിറ്റിയിൽ നമുക്ക് സംശയമുണ്ടായിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ ആ വീഡിയോ ചെയ്യാതിരുന്നത്. ആ പേജ് ഇന്നലെ ഒരു വാർത്ത കൊടുക്കുന്നു. എത്രത്തോളം ഫേക്കാണ് എന്ന് മനസ്സിലാക്കാൻ ഇത് മതിയാവും. ഇതിലൊക്കെ വരുന്ന വാർത്തകൾ അവർ എത്രത്തോളം ചെക്ക് ചെയ്തിട്ടാണെന്നും എത്രത്തോളം അടിസ്ഥാനം ഉണ്ടായിട്ടാണ് ഇതൊക്കെ കൊടുക്കുന്നത് എന്നൊന്നും മനസ്സിലാക്കാൻ ഇത് മതിയാവും. നോക്കുക, അവർ കൊടുക്കുകയാണ്: കേരള ബ്ലാസ്റ്റേഴ്സ് വൺ ടുഡേയ്സ് പ്രാക്ടീസ് മാച്ച് ബിറ്റ്വീൻ KBFC ആൻഡ് GKFC ബൈ എ സ്കോർ ഓഫ് 3-2. കമാൽജിത്ത്, സന്ദീപ്, ഹോർമിപ്പാമ്, ബികാഷ്, സഹീഫ്, ഡ്യൂസൻ, വിപിൻ, ലൂണ, പെപ്ര, ഹിമനസ് ആൻഡ് കോറു നോഹ് ഡിഡിൻ പ്ലേ. എവിടെ നിന്നാണ് ഈ ഒരു വിവരം കിട്ടിയത്? ഇങ്ങനെ ഒരു കളി നടന്നെന്ന് കേരള ബ്ലാസ്റ്റേഴ്സിനോ ഗോകുലത്തിനോ അറിയാമോ? അല്ലെങ്കിൽ അവരെ ഒന്ന് അറിയിക്കാമോ? ഇതൊക്കെയാണ് അതിൻ്റെ താഴെയുള്ള കമൻറ്റുകൾ വരുന്നത്. കാരണം ഇങ്ങനൊരു കളി നടന്നിട്ടേയില്ല. അപ്പോൾ ഇത്തരത്തിലാണ് വായുവിൽ നിന്ന് കാര്യങ്ങൾ പടച്ചു വിടുകയാണ് ചിലർ. അത് ഏറ്റെടുത്ത് സോഷ്യൽ മീഡിയയിലൊക്കെ അങ്ങനെ പ്രചരിക്കുകയും ചെയ്യുമ്പോൾ വലിയ രൂപത്തിൽ ആരാധകർ കൺഫ്യൂഷനിലാകുന്നുണ്ട്. പെപ്രയെക്കുറിച്ച് പറഞ്ഞിരുന്നത്, പെപ്ര ഈ സീസണോടുകൂടി ബ്ലാസ്റ്റേഴ്സ് വിടുകയാണ്, ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെൻറ്റ് അദ്ദേഹത്തിൻ്റെ കോൺട്രാക്റ്റ് റിന്യൂ ചെയ്യാൻ താല്പര്യമില്ല എന്ന്. ഇതൊക്കെ എവിടെ നിന്ന് കിട്ടുന്ന വാർത്തയാണ്? എന്താണ് സോഴ്സ് എന്നുള്ളതൊക്കെ കണ്ടല്ലോ. ഇതാണ് സോഴ്സ് എങ്കിൽ പിന്നെ അതിൽ അർത്ഥമില്ല. പിന്നെ പറയുകയാണ്, കേരള ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെൻറ്റ് വാണ്ട്സ് ടു ഗീവ് ടി.ജി. പുരുഷോത്തമൻ എ വെരി ലോങ് കോൺട്രാക്റ്റ്. ഇങ്ങനെയൊക്കെ അടിച്ചു വിടുകയാണ്. അപ്പോൾ അതൊക്കെ ഇങ്ങനെ വ്യാപകമായി ബ്ലാസ്റ്റേഴ്സിൻ്റെ ഓരോ വാർത്തകൾ അറിയാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ആരാധകർക്കിടയിലേക്ക് അങ്ങ് പ്രചരിക്കുകയും പരക്കുകയുമാണ്. അപ്പോൾ ഇതൊക്കെയാണ് സോഴ്സുകളായിട്ട് പലരും കാണുന്നത് എന്നതിൽ സങ്കടമുണ്ട്. ഒരു അടിസ്ഥാനവുമില്ലാത്ത വാർത്തയാണ് ഈ ബ്ലാസ്റ്റേഴ്സ് GKFC പ്രാക്ടീസ് മാച്ച് എന്നുള്ളത്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.